പ്രിയപ്പെട്ട കുട്ടികളെ, അനിമൽ കിങ്ഡം എന്ന ചാപ്റ്ററിൻ്റെ 10ാമത്തെ പാർട്ടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫൈലം കോർഡേറ്റയെക്കുറിച്ചാണ്. ഫൈലം കോർഡേറ്റയുടെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സും അതുപോലെ തന്നെ കോർഡേറ്റയുടെ ക്ലാസിഫിക്കേഷനുമാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫൈലം കോർഡേറ്റയെക്കുറിച്ച് ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതാണ്. അതായത് അനിമൽസ് വിത്ത് നോട്ടോകോഡ് ആർ കോൾഡ് കോർഡേറ്റ്സ്. ഇപ്പം നോട്ടോകോഡുള്ള ജീവികളെയാണ് നമ്മൾ കോർഡേറ്റ്സ് എന്ന പേരിൽ അറിയപ്പെട്ടത്. അതുപോലെ തന്നെ നോട്ടോകോഡ് ഈസ് എ മീസോഡെർമലി ഡിറൈവ്ഡ് റോഡ് ലൈക്ക് സ്ട്രക്ചർ ഫോംഡ് ഓൺ ദി ഡോർസൽ സൈഡ് ഡ്യൂറിങ് എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ് ഇൻ സം അനിമൽസ്. അതുപോലെ നോട്ടോകോഡ് മീസോഡേമിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത ഒരു റോഡ് ലൈക്ക് സ്ട്രക്ചറാണെന്ന് നമ്മൾ പറയുകയുണ്ടായി. അപ്പോൾ ഈ ഫൈലത്തെക്കുറിച്ചാണ്. ഇപ്പോൾ നോട്ടോകോഡുള്ള ഫൈലമാണ് ഫൈലം കോർഡേറ്റ. ഈ ഫൈലത്തിൻ്റെ പ്രത്യേക ക്യാരക്ടേഴ്സും അതുപോലെ ക്ലാസിഫിക്കേഷനുമാണ് നാം ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. കോർഡേറ്റയുടെ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് ബോഡി പ്ലാനാണ് നിങ്ങൾ ഈ സ്ലൈഡിൽ കാണുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് അനിമൽസ് വിത്ത് നോട്ടോകോഡ്, ഡോർസൽ ട്യൂബുലാർ നെർവ് കോഡ് ആൻഡ് ഫാരിഞ്ചിയൽ ഗിൽ സ്ലിറ്റ്സ്. ഇപ്പോൾ ഓരോ ഭാഗവും വ്യക്തമായി നിങ്ങൾക്ക് ഈ ഡയഗ്രത്തിൽ കാണാൻ കഴിയുന്നതാണ്. ഇപ്പോൾ നോട്ടോകോഡ് ഈസ് എ ഫ്ലെക്സിബിൾ റോഡ് ലൊക്കേറ്റഡ് ഇൻ ദി മിഡ് ഡോർസൽ ലൈൻ ബിറ്റ്വീൻ അലിമെൻ്ററി കനാൽ ആൻഡ് നെർവ് കോഡ് ഇൻ ദി എംബ്രിയോ. ഇപ്പോൾ എംബ്രിയോണിക് സ്റ്റേജിൽ നോട്ടോകോഡ് എവിടെയാണ് ഇരിക്കുന്നത് നോക്കിക്കേ. എവിടെയൊക്കെയാണ്? നെർവ് കോഡിനും അതുപോലെ തന്നെ അലിമെൻ്ററി കനാലിനും ഇടയ്ക്കായിട്ടാണ് ഏത് ഭാഗം കാണുന്നത്? നോട്ടോകോഡ്. റോഡ് ലൈക്ക് സ്ട്രക്ചറാണ്. മറ്റ് ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. ഫാരിഞ്ചിയൽ ഗിൽ സ്ലിറ്റ്സ് കാണാൻ കഴിയും. അതുപോലെ തന്നെ പോസ്റ്റ് ഏനൽ പാർട്ട്, പോസ്റ്റ് ഏനൽ ടെയിൽ, ഇപ്പോൾ ഏനസിൻ്റെ പിൻഭാഗത്തായിട്ട് കാണപ്പെടുന്ന ടെയിൽ റീജിയൻ. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ്. ഏതൊക്കെയാണ്? പ്രസൻസ് ഓഫ് നെർവ് കോഡ്, പ്രസൻസ് ഓഫ് നോട്ടോകോഡ്, പ്രസൻസ് ഓഫ് ഗിൽ സ്ലിറ്റ്സ്. ഇതൊക്കെ ഫൈലം കോർഡേറ്റയുടെ ഫണ്ടമെൻ്റൽ ക്യാരക്ടേഴ്സാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് കോർഡേറ്റയും നോൺ കോർഡേറ്റയും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ്. നോൺ കോർഡേറ്റ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്, കോർഡേറ്റ പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒന്ന് വ്യത്യാസപ്പെടുത്തുകയാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ കോർഡേറ്റ ആൻഡ് നോൺ കോർഡേറ്റ. അപ്പോൾ ആദ്യത്തെ ഡിഫറൻസ് നോക്കിക്കുക. നോട്ടോകോഡ് ഈസ് ഫൗണ്ട് ഇൻ എംബ്രിയോണിക് സ്റ്റേജ്. ഇപ്പോൾ എംബ്രിയോ ഇരുന്ന സന്ദർഭത്തിൽ ഏത് കാണപ്പെടുന്നുണ്ട്? നോട്ടോകോഡ് ഉണ്ട് കോർഡേറ്റ്സിൽ. പക്ഷേ നോൺ കോർഡേറ്റയിൽ നോട്ടോകോഡ് ആബ്സെൻ്റ് ആണ്. ഇനി മറ്റൊരു വ്യത്യാസം, സെൻട്രൽ നെർവസ് സിസ്റ്റം ഈസ് ഡോർസൽ, ഹോളോ ആൻഡ് സിംഗിൾ. അപ്പം നെർവസ് സിസ്റ്റം എങ്ങനെയാണ്? ഡോർസൽ ഭാഗത്താണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഹോളോയാണ്, സിംഗിളുമാണ്. പക്ഷേ നോൺ കോർഡേറ്റയിൽ നോക്കി വെൻട്രൽ സൈഡിലാണ് കാണപ്പെടുന്നത്. അതുപോലെ സോളിഡാണ്. കോർഡേറ്റയിൽ ഹോളോ ആയിരുന്നു, ഇത് സോളിഡാണ്. മറ്റത് സിംഗിളായിരുന്നപ്പോൾ ഇതെങ്ങനെയാണ്? ഡബിളാണ്. അതാണ് വ്യത്യാസം. ഇനി മറ്റൊരു വ്യത്യാസം നോക്കിയേ. ഫാരിഞ്ചിയൽ ഗിൽ സ്ലിറ്റ്സ് പ്രസൻറ്റ്. ഗിൽസ് നിങ്ങൾക്കറിയാൻ കഴിയും. എന്താണ്? ഫാരിഞ്ചിയൽ റീജിയനിൽ കാണപ്പെടുന്ന ഗിൽസ് ആണ്. അത് കോർഡേറ്റയിൽ പ്രസൻ്റാണ്, നോൺ കോർഡേറ്റയിൽ ആബ്സെൻറ്റുമാണ്. അപ്പോൾ ഹാർട്ട് വെൻട്രൽ സൈഡിലാണ് കാണപ്പെടുന്നത് കോർഡേറ്റയിൽ. നോൺ കോർഡേറ്റയിലോ ഡോർസൽ സൈഡിലാണ് ഹാർട്ട് ഉള്ളത്. ഹാർട്ട് ഉണ്ടെങ്കിൽ, ഇഫ് പ്രസൻറ്റ്, എവിടെയാണ് ഹാർട്ട്? ഡോർസൽ ഹാർട്ടാണ് കാണപ്പെടുന്നത് നോൺ കോർഡേറ്റയിൽ. അതുപോലെ മറ്റൊരു വ്യത്യാസമാണ് എ പോസ്റ്റ് ഏനൽ പാർട്ട് ഈസ് പ്രസൻറ്റ്. പോസ്റ്റ് ഏനൽ പാർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ടെയിൽ റീജിയൻ, ഏനസിൻ്റെ
പിൻഭാഗത്തായിട്ട് ടെയിൽ റീജിയൻ കോർഡേറ്റ്സിൽ കാണപ്പെടുന്നുണ്ട്. പക്ഷേ നോൺ കോർഡേറ്റയിൽ അത് ആബ്സെൻറ്റുമാണ്. അപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ. വളരെ പ്രധാനപ്പെട്ടതാണ്, നിങ്ങൾ എഴുതി പഠിക്കേണ്ടതാണ് ഇത്, കോർഡേറ്റായും നോൺ കോർഡേറ്റയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. അടുത്തതായി ഫൈലം കോർഡേറ്റയെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ പോവുകയാണ്. 3 സബ് ഫൈല ഓഫ് ഫൈലം കോർഡേറ്റ. എത്ര സബ് ഫൈലം ഉണ്ട് ഫൈലം കോർഡേറ്റയിൽ? 3 സബ് ഫൈലങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിലൊരു സബ് ഫൈലമാണ് യൂറോ കോർഡേറ്റ, ദറ്റ് ഇസ് അതർവൈസ് നോൺ ആസ് ട്യൂണിക്കേറ്റ. മറ്റൊരു സബ് ഫൈലമാണ് സെഫാലോ കോർഡേറ്റ, അനദർ വൺ സബ് ഫൈലം വെർട്ടിബ്രേറ്റ്. ഇങ്ങനെ 3 സബ് ഫൈലങ്ങളായിട്ട് ഫൈലം കോർഡേറ്റായി തരംതിരിച്ചിട്ടുണ്ട്. അതിൻ്റെ ക്ലാസിഫിക്കേഷനാണ് നിങ്ങൾ ഈ സ്ലൈഡിൽ കാണുന്നത്. ആദ്യം സബ് ഫൈലം യൂറോ കോർഡേറ്റയെ കുറിച്ച് പറയുകയാണ്. ഇവിടെ നോട്ടോകോഡ് പ്രസൻറ്റ് ഓൺലി ഇൻ ലാർവൽ ടെയിൽ. ഇപ്പോൾ ലാർവൽ സ്റ്റേജിൽ അതിൻ്റെ ടെയിൽ ഭാഗത്ത് മാത്രമേ കാണപ്പെടുന്നുള്ളൂ നോട്ടോകോഡ്. ബോഡി ഈസ് കവേർഡ് ബൈ ടെസ്റ്റ് മെയ്ഡപ്പ് ഓഫ് ട്യൂണിസീൻ. ഇപ്പോൾ ബോഡി ഈ കവർ ചെയ്ത് എന്തോ കാണപ്പെടുന്നു? ടെസ്റ്റ്, ഒരു കവറിങ് ഉണ്ട്. അപ്പോൾ അതെന്തുകൊണ്ട് നിർമ്മിതമാണ്? ട്യൂണിസിൻ കൊണ്ട് നിർമ്മിതമാണ്. നമുക്ക് ഡയഗ്രം നോക്കിയാൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ എക്സ്ക്ലൂസീവ്ലി മറൈൻ. അപ്പോൾ ഈ ഫൈലത്തിൽ വരുന്ന ജീവികളൊക്കെ, സബ് ഫൈലത്തിൽ വരുന്ന ജീവികളൊക്കെ എങ്ങനെയാണ്? സമുദ്രത്തിലാണ് കാണപ്പെടുന്നത്. പിന്നെ ഹെർമാഫ്രോഡൈറ്റാണ്. അപ്പോൾ മെയിൽ സെക്സ് ഓർഗനും ഫീമെയിൽ സെക്സ് ഓർഗനും ഒരേ ജീവിയിൽ തന്നെയാണെങ്കിൽ അത്തരം ജീവികളെയാണ് നമ്മൾ എന്തോ പറയുന്നത്? ഹെർമാഫ്രോഡൈറ്റ് എന്ന് പറയുന്നത്. നോട്ടോകോഡ് എവിടെ കാണപ്പെടുന്നുള്ളൂ? ലാർവൽ ടെയിൽ റീജിയനിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. അതുപോലെ തന്നെ ബോഡി കവർ ചെയ്ത് ടെസ്റ്റ് ഉണ്ട്. അത് എന്തുകൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു? ട്യൂണിസീൻ. പിന്നെ മറൈനാണ്, ഹെർമാഫ്രോഡൈറ്റുമാണ്. ഇതിൽ ഉള്ള എക്സാമ്പിൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് അസിഡിയ, സാൽപ്പ, ഡോളിയോല. ഇതാണ് പ്രധാനപ്പെട്ട എക്സാമ്പിൾസ് യൂറോ കോർഡേറ്റിൽ വരുന്നത്. അസിഡിയ, സാൽപ്പ, ഡോളിയോല. അപ്പോൾ അതിൻ്റെയൊക്കെ ഡയഗ്രങ്ങൾ നിങ്ങൾക്ക് ഈ സ്ലൈഡിൽ നോക്കിയാൽ കാണാൻ കഴിയും. അടുത്ത സബ് ഫൈലം സെഫാലോ കോർഡേറ്റയാണ്. ഇത് നോട്ടോകോഡ് ഫ്രം ഹെഡ് ടു ടെയിൽ റീജിയൻ ആൻഡ് ഈസ് പെർസിസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ദി ലൈഫ്. ഇവിടെ നോട്ടോകോഡ് എങ്ങനെയാണ് കാണപ്പെടുന്നത്? ഹെഡ് ടു ടെയിൽ റീജിയൻ, ഹെഡ് മുതൽ ടെയിൽ റീജിയൻ വരെ ഏത് കാണപ്പെടുന്നുണ്ട്? ഈ പറയുന്ന നോട്ടോകോഡ് കാണപ്പെടുന്നുണ്ട്. മറ്റൊരു പ്രത്യേകത എന്താണ് നോട്ടോകോഡിൻ്റെ? ഈസ് പെർസിസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ദി ലൈഫ്. അപ്പോൾ നോട്ടോകോഡ് ജീവിതകാലം മൊത്തം അതേപോലെ നിലനിൽക്കുന്നുണ്ട്. അതാണ് മറ്റൊരു പ്രത്യേകത. ഫിഷ് ലൈക്ക് ബോഡിയാണ്, മറൈനാണ്, സെക്സസ് ആർ സെപ്പറേറ്റുമാണ്. അപ്പോൾ എന്തൊക്കെയാണ് വ്യത്യാസം? ഇപ്പോൾ നോട്ടോകോഡ് ഫ്രം ഹെഡ് ടു ടെയിൽ റീജിയൻ, അത് എങ്ങനെയാണ്? പെർസിസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ദി ലൈഫ്. തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ച ഫൈലം യൂറോ കോർഡേറ്റിൽ എങ്ങനെയായിരുന്നു? ലാർവയുടെ ടെയിൽ റീജിയനിൽ മാത്രമേ എന്തുണ്ടായിരുന്നുള്ളൂ? നോട്ടോകോഡ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ സെഫാലോ കോർഡേറ്റിൽ എങ്ങനെയാണ്? നോട്ടോകോഡ് ഫ്രം ഹെഡ് ടു ടെയിൽ റീജിയൻ ആൻഡ് ഈസ് പെർസിസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ദി ലൈഫ്. ഇവിടെ എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് മറ്റൊന്ന് ബ്രാങ്കിയോസ്റ്റോമ, ദറ്റ് ഈസ് അതർവൈസ് നോൺ ആസ് ആംഫിയോക്സസ് ഓർ ലാൻസ്ലെറ്റ്. ഇതാണ് എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡയഗ്രം നിങ്ങൾക്ക് ഈ സ്ലൈഡിൽ നോക്കിയാൽ കാണാൻ കഴിയുന്നതാണ്. അടുത്ത സബ് ഫൈലം ഏതാണ്? വെർട്ടിബ്രേറ്റയാണ്. പോസസ് നോട്ടോകോഡ് ഡ്യൂറിങ് ദി എംബ്രിയോണിക് പീരീഡ്. ഇപ്പോൾ നോട്ടോകോഡ് ഏത് ഘട്ടത്തിൽ കാണപ്പെടുന്നുണ്ട്? എംബ്രിയോണിക് സ്റ്റേജിൽ കാണപ്പെടുന്നുണ്ട്. മറ്റൊരു പ്രത്യേകത, നോട്ടോകോഡ് ഈസ് റീപ്ലേസ്ഡ് ബൈ എ കാർട്ടിലേജിനസ് ഓർ ബോണി വെർട്ടിബ്രൽ കോളം ഇൻ അഡൽട്ട്. പക്ഷേ വെർട്ടിബ്രേറ്റ്സിൽ ഈ ജീവികളുടെ അഡൽട്ട് സ്റ്റേജിൽ എന്തോ സംഭവിക്കുന്നു? ഈ നോട്ടോകോഡ് മാറി അത് കാർട്ടിലേജ് കൊണ്ടോ അതല്ലെങ്കിൽ ബോൺ കൊണ്ടോ നിർമ്മിതമായ വെർട്ടിബ്രൽ കോളം ആയി മാറുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം പഠിച്ച സബ് ഫൈലം ഏതായിരുന്നു? യൂറോ കോർഡേറ്റ ആയിരുന്നു. യൂറോ കോർഡേറ്റയിലെ നോട്ടോകോഡ് എങ്ങനെയായിരുന്നു? ലാർവൽ സ്റ്റേജിൽ ടെയിൽ റീജിയനിൽ മാത്രമേ നോട്ടോകോഡ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ സെഫാലോ കോർഡേറ്റിൽ എങ്ങനെയായിരുന്നു? നോട്ടോകോഡ് എക്സ്റ്റെൻഡ് ഫ്രം ദി ഹെഡ് റീജിയൻ ടു ടെയിൽ റീജിയൻ. പക്ഷേ ഇവിടെ വെർട്ടിബ്രേറ്റ്സിൽ എങ്ങനെയാണ്?
നോട്ടോകോഡ് ഡ്യൂറിങ് പ്രസൻസ് നോട്ടോകോഡ് ഡ്യൂറിങ് ദി എംബ്രിയോണിക് പീരീഡ്. പക്ഷേ ആ നോട്ടോകോഡ് പിന്നീട് എന്ത് ചെയ്യും? നോട്ടോകോഡ് ഈസ് റീപ്ലേസ്ഡ് ബൈ എ കാർട്ടിലേജിനസ് ഓർ ബോണി വെർട്ടിബ്രൽ കോളം ഇൻ അഡൽട്ട് സ്റ്റേജ് ആകുമ്പോഴത്തേക്കും ആ നോട്ടോകോഡ് ചേഞ്ച് ചെയ്ത് എന്താവുന്നു? കാർട്ടിലേജിനസ് അല്ലെങ്കിൽ ബോണി വെർട്ടിബ്രൽ കോളമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. മറ്റൊരു ക്യാരക്ടറാണ് വെൻട്രൽ മസ്കുലാർ ഹാർട്ട്. ഇപ്പോൾ വെൻട്രൽ മസ്കുലാർ ഹാർട്ട്, വെൻട്രൽ സൈഡിലാണ് ഹാർട്ട് ഇരിക്കുന്നത്. കിഡ്നീസ് ഫോർ എക്സ്ക്രീഷൻ ആൻഡ് ഓസ്മോ റെഗുലേഷൻ. ഇപ്പോൾ കിഡ്നിയാണ് എക്സ്ക്രീഷനും ഓസ്മോ റെഗുലേഷനും സഹായിക്കുന്നത്. പെയ്ഡ് അപ്പൻഡേജസ്, ഫിൻസ് ഓർ ലിംസ് കാണപ്പെടുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് തന്നെയുണ്ട് കാലും കൈയും, അല്ലേ? ഫോർ ലിംസും ഹൈൻഡ് ലിംസും നമുക്ക് കാണപ്പെടുന്നുണ്ട്. അതാണ് പെയ്ഡ് അപ്പൻഡേജസ് എന്ന് പറയുന്നത്. ഫിഷസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഫിൻസ് ആണ് കാണപ്പെടുന്നത്. മറ്റു ജീവികൾക്കൊക്കെ എന്താണ്? ലിംസാണ്. ഫോർ ലിംസും ഹൈൻഡ് ലിംസും കാണപ്പെടുന്നുണ്ട്. അപ്പോൾ എന്താണ് വെർട്ടിബ്രേറ്റിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷത? നോട്ടോകോഡ് പ്രസൻറ്റ് ഡ്യൂറിങ് ദി എംബ്രിയോണിക് പീരീഡ്, അല്ലേ? ഇപ്പം നോട്ടോകോഡ് പിന്നീട് എന്ത് ചെയ്യുന്നു? റീപ്ലേസ്ഡ് ബൈ എ കാർട്ടേജിനസ് ഓർ ബോണി വെർട്ടിബ്രൽ കോളം ഇൻ അഡൽട്ട്. അപ്പോൾ ആ വെർട്ടിബ്രേ ഒക്കെ നിങ്ങൾക്ക് ആ ഡയഗ്രാം നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാം ആ ഒരു ഫിഷിൻ്റെ ആ വെർട്ടിബ്രൽ കോളം ഒക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും, ആ സ്കെലിറ്റൽ സിസ്റ്റം. അപ്പോൾ ആ രീതിയിൽ ഉള്ള പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് നിങ്ങൾക്ക് ഈ സബ് ഫൈലത്തിൽ കാണാൻ കഴിയും. അടുത്തതായി നമ്മൾ സബ് ഫൈലം വെർട്ടിബ്രേറ്റായി ക്ലാസിഫൈ ചെയ്യാൻ പോവുകയാണ്. വെർട്ടിബ്രേറ്റ ഈസ് അതർവൈസ് നോൺ ആസ് ക്രേനിയേറ്റ. ഇവിടെ വെർട്ടിബ്രേറ്റയെ രണ്ട് ഗ്രൂപ്പാക്കുകയാണ്. ഏതൊക്കെയാണ്? ആഗ്നാദായും ഗ്നാത്തോസ്റ്റൊമാറ്റായും. ആഗ്നാദ എന്ന് പറയുമ്പോഴത്തേക്കും ജാലെസ് ആണ്. ഗ്നാത്തോസ്റ്റൊമാറ്റ എന്ന് പറയുമ്പോഴത്തേക്കും ബെയേഴ്സ് ജാസ്. അപ്പം താടിയെല്ല് ഇല്ലാത്തവരാണ് ആര്? ആഗ്നാദ എന്ന് പറയുന്നത്. ഗ്നാത്തോസ്റ്റൊമാറ്റയാണെങ്കിലോ ബെയേഴ്സ് ജാസ്, താടിയെല്ല് ഉള്ളവരാണ്. അങ്ങനെ രണ്ട് ഗ്രൂപ്പാക്കി മാറ്റിയിരിക്കുന്നു. ഏത് സബ്ഫൈലത്തെ? സബ്ഫൈലം വെർട്ടിബ്രേറ്റായി. ഇനി ആഗ്നാദ എന്ന് പറയുന്ന ജാലസ് ആ ഗ്രൂപ്പിനെ ഒരു ക്ലാസ്സാണ് കാണപ്പെടുന്നത്. അതിൽ ആ ക്ലാസിൻ്റെ പേര് സൈക്ലോസ്റ്റൊമാറ്റ എന്നാണ്. ഇവിടെ ആഗ്നാദയിൽ കാണപ്പെടുന്ന ക്ലാസ് ഏതാണ്? സൈക്ലോസ്റ്റൊമാറ്റ. ഇനി ഗ്നാത്തോസ്റ്റൊമാറ്റയെ രണ്ട് സൂപ്പർ ക്ലാസ്സാക്കി മാറ്റുകയാണ്. ഏതൊക്കെയാണ് സൂപ്പർ ക്ലാസ്? സൂപ്പർ ക്ലാസ് പീസസ്, അതുപോലെ തന്നെ സൂപ്പർ ക്ലാസ് ടെട്രാപോഡ. അവയ്ക്ക് എന്താണ് വ്യത്യാസമെന്ന് നോക്കിക്കേ. സൂപ്പർ ക്ലാസ് പീസസിൻ്റെ ബെയർ ഫിൻസ്, ചിറകുകളുള്ളവരാണ് പീസസിന്. അതുപോലെ തന്നെ സൂപ്പർ ക്ലാസ് ടെട്രാപോഡയ്ക്ക് എന്താണ്? ബെയർ ലിംസ്. അപ്പോൾ കാലും കൈയും ഉള്ളവരെയാണ് നമ്മൾ ലിംസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഫോർ ലിംസ്, ഹൈൻഡ് ലിംസ്. അപ്പോൾ ഗ്നാത്തോസ്റ്റൊമാറ്റയെ എത്ര സൂപ്പർ ക്ലാസ് ആക്കി? സൂപ്പർ ക്ലാസ് പീസസ്, സൂപ്പർ ക്ലാസ് ടെട്രാപോഡ. ഇനി സൂപ്പർ ക്ലാസ് പീസസിനെ രണ്ട് ക്ലാസ്സാക്കി മാറ്റി. ഏതൊക്കെയാണെന്നറിയാമോ? കോൺട്രിക്തിസം, ഓസ്റ്റിക്തിസം. അങ്ങനെ രണ്ട് ക്ലാസ് ആക്കുകയാണ്. അതുപോലെ തന്നെ സൂപ്പർ ക്ലാസ് ടെട്രാപോഡായി ഏതൊക്കെ ക്ലാസ്സാക്കി മാറ്റി? ആംഫീബിയ, ക്ലാസ് റെപ്റ്റേലിയ, ക്ലാസ് ഏവ്സ്, ക്ലാസ് മാമാലിയ. അപ്പോൾ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ്റെ ചാർട്ടാണ് നിങ്ങൾ ഈ സ്ലൈഡിൽ കാണുന്നത്. ഇത് പല പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നോക്കി മനസ്സിലാക്കണം നിങ്ങൾ. അടുത്തതായി സൈക്ലോസ്റ്റൊമാറ്റയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയാൻ പോകുന്നത്. ഓൾ ആർ എക്ടോ പാരസൈറ്റ്സ് ഓൺ സം ഫിഷസ്. അപ്പോൾ ഇവ എക്ടോ പാരസൈറ്റായിട്ട് പ്രവർത്തിക്കുന്നു. ഇലോങ്ങേറ്റഡ് ബോഡി വിത്തൗട്ട് സ്കെയിൽസ് ആൻഡ് പെയ്ഡ് ഫിൻസ്. അപ്പോൾ സ്കെയിൽസും പെയ്ഡ് ഫിൻസും ഇവയ്ക്ക് ആബ്സെൻസ് ആണ്. മറ്റൊരു ക്യാരക്ടർ 6 to 15 pairs ഓഫ് ഗിൽ സ്ലിറ്റ്സ് ഫോർ റെസ്പിറേഷൻ. ഇപ്പോൾ ശ്വസനത്തിന് സഹായകരമായി എന്താണ് കാണപ്പെടുന്നത്? ഗിൽ സ്ലിറ്റ്സ് ഇവയ്ക്ക് ഉണ്ട്. സക്കിംഗ് ആൻഡ് സർക്കുലാർ മൗത്ത് വിത്തൗട്ട് ജോസ്. അപ്പോൾ അവയുടെ മൗത്ത് എങ്ങനെയാണ്? സക്കിംഗ് ആണ്, എവിടെയെങ്കിലും പറ്റിപ്പിടിച്ചിരിക്കാൻ പറ്റിയതാണ്. ജോസ് ഇല്ലാത്തതാണ്. അപ്പോൾ താടിയെല്ല് ആബ്സെൻ്റ് ആണ്. കാർട്ടിലേജിനസ് ക്രേനിയം ആൻഡ് വെർട്ടിബ്രൽ കോളം.
ക്രേനിയം എങ്ങനെയാണ്? കാർട്ടിലേജിനസ് ആണ്. അതുപോലെ തന്നെ വെർട്ടിബ്രൽ കോളവും കാർട്ടിലേജ് കൊണ്ട് നിർമ്മിതമാണ്. കാർട്ടിലേജ് നിങ്ങൾക്കറിയാം തരുണാസ്ഥി ആണ്. അതുപോലെ സർക്കുലേഷൻ ക്ലോസ്ഡ് ടൈപ്പാണ്. മറൈനാണ്. മറൈൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എവിടെയാണ്? സമുദ്രത്തിൽ കാണപ്പെടുന്ന ജീവിയാണ്. ബട്ട് മൈഗ്രേറ്റ് ഫോർ സ്പാനിങ് ടു ഫ്രഷ് വാട്ടർ. ആഫ്റ്റർ സ്പാനിങ് ദേ ഡൈ. Their larvae after metamorphosis return to ocean. അപ്പോൾ ഇവ എന്തു ചെയ്യുന്നു? സമുദ്രത്തിൽ കാണപ്പെടുന്നു എങ്കിലും മുട്ടയിടുന്നതിന് വേണ്ടി, സ്പാനിങ് മീൻസ് മുട്ടയിടുക എന്നുള്ളതാണ്, എഗ് ലേയിങ്. അതിനുവേണ്ടി ശുദ്ധജലത്തിലേക്ക് പോവുകയാണ്. മൈഗ്രേറ്റ് ഫോർ സ്പാനിങ് ടു ഫ്രഷ് വാട്ടർ. ആഫ്റ്റർ സ്പാനിങ് ദേ ഡൈ. അപ്പോൾ ശുദ്ധജലത്തിൽ പോയി മുട്ടയിട്ടതിന് ശേഷം ഈ അഡൽട്ടിന് എന്ത് സംഭവിക്കുന്നു? അവ ഡൈസ്. എന്നിട്ട് അവയുടെ ലാർവേ, എഗ്ഗ് ലാർവയായിട്ട് മാറുകയാണ്. ദർ ലാർവേ ആഫ്റ്റർ മെറ്റാമോർഫോസിസ് റിട്ടേൺ ടു ഓഷൻ. ആ ലാർവേ മെറ്റാമോർഫോസിസ് നടന്നതിന് ശേഷം എവിടത്തേക്ക് തിരിച്ചു വരികയാണ്? വീണ്ടും സമുദ്രത്തിലേക്ക് തിരിച്ചു വരികയാണ്. അങ്ങനൊരു പ്രത്യേകത ഈ ക്ലാസ്സിൽ വരുന്ന ജീവികൾ കാണാൻ കഴിയും. നമുക്കൊന്നുകൂടെ പറയാം. all are ectoparasites on some fishes. Elongated body without scales and paired fins. 6 to 15 pairs of gill slits for respiration. Sucking and circular mouth without jaws. Cartilaginous cranium and vertebral column. Circulation is closed type. Marine but migrate for spanning to fresh water. After spanning they die. Their larvae after metamorphosis return to ocean. അപ്പോൾ സൈക്ലോസ്റ്റൊമാറ്റ എന്ന ക്ലാസ്സിൻ്റെ ക്യാരക്ടേഴ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിൽ വരുന്ന എക്സാമ്പിൾ പെട്രോമൈസോൺ, ദറ്റ് ഈസ് അതർവൈസ് നോൺ ആസ് ലാംപ്രേ. മറ്റൊന്ന് മെക്സിൻ ആണ്, ദറ്റ് ഈസ് അതർവൈസ് നോൺ ആസ് ഹാഗ് ഫിഷ്. അപ്പോൾ ഇവയുടെ ഡയഗ്രാം നിങ്ങൾക്ക് ഈ സ്ലൈഡിൽ നോക്കിയാൽ കാണാൻ കഴിയും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സൈക്ലോസ്റ്റൊമാറ്റയെക്കുറിച്ച് പറയുവാനുള്ളത്.